ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ, എന്താ കാര്യം? അമ്മേ, ഞാൻ കുന്നിൻ മുകളിലുള്ള മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചു. നാളെ പണിക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോനെ, ആ മരങ്ങൾ മുറിക്കരുത്. അത് ദോഷം ചെയ്യും. അത് പ്രകൃതി ദുരിതമുണ്ടാക്കും, ഉരുൾപൊട്ടലുണ്ടാക്കും. നീ പറയുന്നത് അനുസരിക്കൂ. ഞാൻ പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കൂ. നീ പറയുന്നത് അനുസരിക്കൂ. അമ്മേ, എനിക്ക് പണം വേണം. എന്റെ കയ്യിൽ ഒരു പണവും എന്റെ പണമില്ല. എനിക്ക് പണം വേണം. പണത്തിന് വേണ്ടി മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ പണിക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണിക്കാർ വരും. രാമ, നമുക്ക് മുകളിലുള്ള മരം മുറിക്കണം. ആ മരങ്ങൾ മുറിക്കാൻ അമ്മ അനുവാദം തന്നില്ലെങ്കിലും എനിക്ക് ആ മരങ്ങൾ മുറിക്കണമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ആലോചിച്ചു കഴിഞ്ഞു. ആ മരങ്ങൾ മുറിക്കാൻ തന്നെ തീരുമാനിച്ചു. മുറിക്കാമല്ലോ. ഞങ്ങൾ നാളെ പണിയായുധങ്ങളുമായി വരാം. അങ്ങനെ മരങ്ങൾ മുറിക്കപ്പെടും. സന്തോഷമായി. എനിക്ക് മരങ്ങൾ മുറിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഉരുൾപൊട്ടലുണ്ടാകും. അയ്യോ, കുന്നുപൊട്ടി വെള്ളം വരികയാണല്ലോ. മണ്ണിടിയുകയാണല്ലോ. എന്തു ചെയ്യാം? എല്ലാം തകർന്ന് തരിപ്പണമാകുമോ? എന്തു ചെയ്യാം? അങ്ങനെ കുന്നിടിഞ്ഞു വേണം വീടെല്ലാം തകരുന്നു. അയ്യോ, എന്റെ വീട് തകർന്നേ, എന്റെ കുടുംബം തകർന്നേ, എന്റെ അച്ഛനും അമ്മയും തകർന്നേ, എന്റെ മക്കൾ തകർന്നേ, എല്ലാരും തകർന്നേ. ഇനി ഞാൻ എന്ത് ചെയ്യും? അയ്യോ. നമ്മുടെ ദുരാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. അതാണ് എവിടെയും സംഭവിച്ചത്. കുന്നിടിച്ചലിൽ വീട് തകർന്ന ഈ ഗൃഹനാഥൻ ഇനി എവിടെ പോകും? എന്തു ചെയ്യും?